ഹലോ, അപ്പൊ ഞങ്ങള് ലുലു മാളിലേക്ക് പോവുകയാണ്. ലുലു മാളിലേക്ക് എന്ത് വാങ്ങിക്കാനാ പോണേന്ന് നമുക്ക് അമ്മേനോട് ചോദിക്കാം. അമ്മ, നമ്മൾ എന്ത് വാങ്ങിക്കാനാണ് ലുലു മാളിൽ പോകുന്നത്? ലുലു മാളിൽ പച്ചക്കറി, പഴം. നമുക്ക് 100 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനെടുത്ത് കവറിലിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. ഇഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് കൊണ്ടുവരാന്നാ പറയണത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വില വ്യത്യാസമൊന്നുമില്ല. ഇഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊണ്ടുവരാം. അതാണ് ഒരു ബെനിഫിറ്റ്. ഞങ്ങൾ കാർ ഷെഡാണിത്. വളരെ മനോഹരമായ കാർ ഷെഡ്, മരങ്ങളായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ വണ്ടി മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ചുറ്റും ആമസോൺ കാടാണ്. അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഈ ഇല്ലയൊക്കെ കൂടി ഇപ്പം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടോ, ഏകദേശം ആ ലൈനിനോടൊക്കെ അമ്മ ലൈനിൻ്റെ അടുത്ത് എത്താനായല്ലോ. കാരണം മഴക്കാലമായതുകൊണ്ട് ഇങ്ങനത്തെ കല്ലിൻ്റെ ഇടയിലും എല്ലാം പാമ്പുകൾ ഇരിക്കാൻ വളരെ, ഇവിടെ നിറച്ചും പയ്യാനി പാമ്പുകളുള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, മഞ്ഞൾ കൃഷി. ഞങ്ങൾ വീട്ടിൽ നട്ട മണി പ്ലാന്റ്. അതിൻ്റെ ഇത് കണ്ട, കട്ടി കണ്ട, മണി പ്ലാന്റിന്റെ സാധാ മണി പ്ലാന്റ് അല്ലേ, എന്തായാലും പറയാ മണി പ്ലാന്റ് അല്ല നമ്മ പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു മണി പ്ലാന്റ് ആണ് കൊണ്ട് നട്ടത്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടല്ല, വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. കാട്, കറുത്ത കാട്. അപ്പൊ ഞാന് ഇന്ന് അച്ഛനാണ് സാരഥി. അപ്പൊ ഞങ്ങൾ കുട്ടികള് ട്യൂഷൻ ക്ലാസ് പോയതാണ്. അപ്പൊ കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൂട്ടും. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, യൂണിഫോമിന് ഇട്ടിട്ട് ലുലു പോകും. സാരില്ല, കുഴപ്പമില്ല. അപ്പം എൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്താനായി. അപ്പം ഇന്ന് ചെയ്ത പണി എന്താണെന്ന് കാണാനുള്ള അമ്മയുടെ ക്യൂരിയോസിറ്റി കാരണമാണ് അമ്മ ഓടുന്നത്. അതാണ് നമ്മുടെ കുഞ്ഞു സ്വപ്നം. അതാണ് അമ്മ നോക്കാൻ പോവാണ്. വീടിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇൻസൈഡ് വ്യൂ ഒക്കെ പണി തീരാണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അതാണ് ഒരു വീടിൻ്റെ മുമ്പിൽ വളരെ ഐശ്വര്യമായിട്ടൊരു ചന്ദനം, രക്തചന്ദനത്തിൻ്റെ മരമുണ്ട്. ഇതാണ് നമ്മുടെ വീട്. പണി തീരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. ഓസ്കാറിൻ്റെ വാട്ടർ ടാങ്കെല്ലാം വെച്ചിട്ടുണ്ട്. UPVC ആണ് വിൻഡോസ് ആൻഡ് ഡോർസ് എല്ലാം. വിൻഡോസ് UPVCയും ഡോർസൊക്കെ സ്റ്റീലും ആണ്. ഉള്ളിലൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പണി തീർന്നു കഴിഞ്ഞ് കാണുന്നതല്ലേ അതിൻ്റെ ഒരു രസം. ഇപ്പം നല്ല വൃത്തികേടായി കിടക്കുകയാണ്. മുൻവശത്ത് കൂടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിൻവശത്ത് കൂടെ പോകാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെയാണ്. ഇതാണ് പിന്നാമ്പുറം വീടിൻ്റെ. അമ്മ അവിടെ എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അമ്മയുടെ എവിടെ പൊട്ടിച്ചിട്ടില്ല. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫുൾ വ്യൂ ഒക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഏരിയ ഇവിടെ കണ്ടോ. ഞാനാണെങ്കിൽ ഇരിക്കാൻ വേണ്ടി ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് നമുക്ക് ഭംഗിയാക്കി എടുക്കാനുള്ളതാണ്. ഇവിടെ കോർട്ട്യാർഡിന് ഇവിടെ ഗ്ലാസ് വെക്കാനുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു സീറ്റിംഗ്, ലൈക്ക് നമുക്ക് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വെളിയിലുള്ള ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലും, ഇവിടെ ഒരു കുഞ്ഞു ബാൽക്കണിയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സീറ്റിംഗ് വേണം പറഞ്ഞു. പിന്നെ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു, എല്ലാവരുടെയും സീറ്റിംഗ് വേണം. ഒരു വീട് കെട്ടിയിട്ട് നീ എവിടെയൊക്കെ ഇരിക്കും ചോദിച്ചു. അതുകൊണ്ട് ഞാനത് വേണ്ട വെച്ചു. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ അവിടെ വെള്ളം കെട്ടിക്കൊണ്ടു നോക്കണപ്പാ. ആ വെള്ളം വലിച്ചു വിടണം. പിന്നെ മേലെയുണ്ട് വെള്ളം വലിക്കാൻ. ഇവിടെ വെള്ളം പോകുന്നില്ലേ കംപ്ലീറ്റ് ആയിട്ടപ്പാ? മോളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്.
വയറുകളൊക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടാൽ എന്താണമ്മ? അയ്യോ പേടിയാണ്. ഇതാണ്ടോ ഞങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ഒരു സാധനം കൂടി നമ്മുടെ വീട്ടിലുണ്ട്. ഇതാണ്ടോ ഒരു മണിക്കണം, കുഞ്ഞിക്കണം. നമ്മുടെ ബാക്ക് വശത്തിലുള്ള ഒരു സിറ്റിംഗ് ഏരിയയോട് ചേർന്നിട്ടുള്ള ഒരു കിണറാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. പണി കഴിഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. പണി ഒരു 60% ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പോവാം. അരുവി 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 ഒരു അരുവി ഒഴുകുന്നുണ്ട് വീടിൻ്റെ അപ്പുറത്ത് കൂടെ. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഒരു ഹൈ മാസ് ലൈറ്റ് ഉണ്ട് അവിടെ, ഒരു കടയുണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ വീട്, പിന്നെ വിശാലമായ വഴി. ഓക്കെ, അപ്പോൾ നമുക്കിത് ലുലു മാളിക്ക് പോയിട്ട് വരാം. ഓണത്തിൻ്റെ ഇടയിൽ ഫുഡ് കച്ചവടം എന്ന് പറഞ്ഞതുപോലെ ലുലു പോണ്ട എന്നെ അമ്മ റേഷൻ കടയിൽ ഇറക്കണം. റേഷൻ കടയിൽ റേഷൻ മേടിക്കാൻ, എന്തായാലും മേടിക്കാം. ചെറിയ പൈസക്ക് അരി കിട്ടുന്നല്ലേ, കളയണ്ട. അധികം പഠിക്കണണ്ടാ. വട്ടിനതിന്റെ ഞാൻ പിടിച്ചു. ആരുടെങ്കിലും നോട്ട് അറിയുന്ന ആരെങ്കിലും കഴിഞ്ഞു. ഇതല്ലടാ ഇത്. സ്പെല്ലിംഗ് ഇവന് കിട്ടുക എത്ര പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമാണ് കിട്ടും. ലുലുമാള് പോകാൻ പോണം. കിച്ചു കിച്ചു അവിടെ പോണം. ലുലു എത്തി. പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിലാണ്. പോയിട്ട് വന്ന കോലം ആണ് ട്യൂഷന് പോയിട്ട് വന്നിട്ടൊരു കോലമാണ്, ലുക്കാണിത്. അതെ ഉള്ള ഒരു ലുക്കാണ്. ഇതൊന്ന് ഫാഷൻ ഷോയ്ക്ക് നടക്ക്. ചെറുതായിട്ട് ഉള്ളൊരു പ്രശ്നങ്ങളാണിത്. മമ്മി കളിക്കില്ല മമ്മി, ഞാൻ എടുക്കില്ല കേട്ടാ. വെൽക്കം ടു യൂട്ടി. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഹലോ. ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല സത്യമായിട്ടും. ഇതവർ മോളല്ലേ, വെറുതെ അല്ല. അപ്പൊ എനിക്ക് കട്ടുണ്ടെന്നാണ് അർത്ഥം. എനിക്ക് കട്ടുണ്ടല്ലോ. അല്ല, ഇതിന് കുറച്ച് പേര് നടന്നറിയോ ഇതാണ് എന്റെ പറയേണ്ടത്. അരപ്പിരിയ അല്ല, അമ്മ തന്നെ പറയുള്ളൂ കുട്ടിക്ക് അരപ്പിരിയെന്ന്. അത് ശരിയാ, കറക്റ്റ്. ഹംഗറി ഗുഡ്. ചാക്കുകൾ നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇന്ന് എന്താന്നറിയില്ല, ചെറിയ ബക്കറ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും എവിടുന്ന് പറഞ്ഞോ? ഇതൊക്കെ മക്കൾ എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ്? ഇത് മാറ്റമ്മ. ബ്രെഡ് എടുക്കോ? ഇത് മാറ്റും. ന്യൂട്രൽ ഒഴിവാക്ക്. ബ്രെഡ് വെച്ചമ്മ.
മറ്റേ തുണി ഇടുന്ന ബാസ്ക്കറ്റിന് 400 രൂപ നമ്മൾ കൊടുക്കുന്നു. നമ്മള് ഇതാക്കണം. ഒരു ഇവിടെ കാണുന്നില്ല. നമുക്ക് മെസ്സേജ് അപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നടത്തു പിന്നെ അപ്പൊ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ അറിയാത്ത കുറെ സാധനങ്ങൾ എടുത്തിട്ടിട്ട് ഇവൻ എന്നെ പറ്റിച്ചിട്ടുണ്ട്. എത്ര ശ്രമിച്ചാലും ഇവൻ എന്തെങ്കിലും അടിച്ചു മാറ്റും. അപ്പൊ ഇങ്ങനെ അവന് ഇതെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് കാശ് പൊടിഞ്ഞു ഇവിടെ. കുഴപ്പമില്ല, ബൈ ബൈ. ആവശ്യത്തിനുള്ള കുഴപ്പമില്ല. അങ്കിൾമാരെ, ആന്റിമാരെ, അമ്മമാരെ, അപ്പമാരെ, ബൈ.